ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിൻ്റെ വേദന എനിക്ക് എങ്ങനെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ബിക്കോസ് ഇത് സ്കാർ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവരെ ഡെയിലി കണക്ട് ചെയ്യാൻ നോക്കി. പക്ഷെ എനിക്ക് അവിടുത്തെ ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ അപ്പോയിൻമെൻറ്റ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വീഡിയോ ചെയ്തൊന്നും വലിയ പരിചയമില്ല. പക്ഷെ ഞാൻ ഈ ഒരു പെയിൻ എനിക്ക് എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് അറിയില്ല. ഇതിൻ്റെ പെയിന് സത്യമായിട്ട് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഒരു ബ്ലേഡ് വെച്ച് നമ്മുടെ ഇറച്ചിയിൽ ഇങ്ങനെ മുറിച്ചാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു പെയിനാണ് ഞാൻ ഡെയിലി സീരിയസ്ലി പറയുന്നത്. എനിക്ക് ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ ശരണ്യ ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ ഇൻ യൂട്യൂബ്. സോ ഞാൻ നിങ്ങളോട് സ്ത്രീകളോട് വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ സ്ത്രീകളെല്ലാം അധികം അവഗണിക്കപ്പെടുന്നതുമായ ഒരു രോഗാവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ രോഗത്തിനെ പറ്റി നിങ്ങളോട് പറയാൻ ഏറ്റവും അർഹതപ്പെട്ട വ്യക്തി ഞാനാണ്. കാരണം കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ രോഗമായിട്ട് ഞാൻ ഡെയിലി ഫൈറ്റാണ്. സോ ഇതൊരു ക്യാൻസറാണോ? അല്ല. പക്ഷേ ഈക്വലായിട്ടും ഡെയിലി നമുക്ക് സഹിക്കാം. ഇതിൻ്റെ വേദന എനിക്ക് എങ്ങനെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ബിക്കോസ് ഈവൻ നമുക്കൊന്ന് നേരെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭാഗം വെച്ച് കിടന്നുറങ്ങി ഈ ഭാഗം നീരാണ്, പെയിനാണ്. സോ ഇതിനെപ്പറ്റി പറയാനാണ് ഞാൻ നിങ്ങളോട് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പലരും സിസേറിയൻ കഴിഞ്ഞതോ അല്ലെങ്കിൽ അടിവയറ്റിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കാം. പക്ഷെ നമ്മളിത് പീരിയഡ്സിൻ്റെ സമയം, ഈ സർജറി കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം ഈ പീരിയഡ്സിൻ്റെ സമയത്ത് നമുക്ക് ആ തുന്നലിൻ്റെ ഭാഗത്തുള്ള വേദനയോ വീക്കമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് അവഗണിക്കരുത്. കാരണം അത് സ്കാർ എൻഡോമെട്രിയോസിസ് എന്ന രോഗാവസ്ഥയാകാം. സോ എനിക്കുണ്ടായ ഈ ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായ അനുഭവങ്ങളും ഇതെൻ്റെ ഡെയിലി ലൈഫിനെ ബാധിച്ചതും എൻ്റെ ബിസിനസ്സിനെ എങ്ങനെ ബാധിച്ചു, അല്ലെങ്കിൽ ഞാനൊന്നൊരു വ്യക്തിനെ എങ്ങനെ ഇത് മാറ്റിമറിച്ചു എന്നൊരു ആ ഒരു ട്രാൻസിഷനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ത്രൂ ഔട്ട് വീഡിയോ ഞാൻ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്നെപ്പോലെ കുറേ മണ്ടന്മാരുണ്ടാവും ഇത് വെച്ചിട്ട് വല്ല ഹോർമോണൽ ടാബ്ലറ്റും കഴിച്ച് ഇത് കുറയും എന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് മണ്ടന്മാരുണ്ട്. കാരണം ഞാനൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ. സോ എനിക്ക് ഒരുപാട് ക്ലയൻറ്റ്സ് വരും, ഞാൻ ക്ലയൻറ്റുമായിട്ട് സംസാരിക്കും. അപ്പോൾ എനിക്കറിയാം അവരെന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കും ഓക്കെ ഫൈൻ, എനിക്ക് മാത്രമല്ല അവർക്കുണ്ട്. അപ്പോൾ ഇത് ടാബ്ലറ്റ് കഴിച്ചാൽ റെഡി ആവുമെന്ന് ഓർത്ത് ഞങ്ങളെല്ലാം മണ്ടന്മാരും ഒരുമിച്ചിരുന്ന് ഇതിനെപ്പറ്റി ടാബ്ലറ്റ് കുറേ കഴിക്കുന്നത്. പക്ഷേ സീരിയസ്ലി ഗൈസ്, നല്ലൊരു ഗൈനക്കിനെ കാണാം, സർജനെ കാണാം, എക്സിഷൻ ചെയ്യുക. സോ ത്രൂ ഔട്ട് ദിസ് വീഡിയോ ഞാൻ എന്താണ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം. സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. സോ എനിക്കുണ്ടായ ഒരു അനുഭവം ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. സ്കാർ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഈ അനുഭവം, അതിൻ്റെ ലക്ഷണങ്ങൾ എനിക്കെങ്ങനെയാണ് വന്നതെന്ന് പറയാം. സർജറി കഴിഞ്ഞ് ആദ്യത്തെ ഒരു 6 മന്ത് കഴിഞ്ഞപ്പം നമ്മുടെ മെൻസ്ട്രോൾ സൈക്കിളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, പീരിയഡ്സ് വരുന്ന സമയത്ത് എനിക്ക് 2 ഡേയ്സ് കഴിയുമ്പോൾ ഭയങ്കര പെയിൻ വരും ഈ സ്റ്റിച്ചിൻ്റെ ഭാഗത്ത്. പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എണീറ്റ് നേരെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ എണീറ്റ് ഇരിക്കാൻ പറ്റില്ല, തുമ്മാൻ പറ്റില്ല, ചുമയ്ക്ക് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ അറിയാതെ എൻ്റെ അടിവയറ്, എനിക്ക് വലത്ത് ഭാഗത്തുള്ള എൻ്റെ അടിവയറ് ഞാൻ ഇങ്ങനെ പിടിച്ച് കുനിഞ്ഞു പോവും. സോ അങ്ങനെ ഒരു 6-7 മാസം അങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് സർജറി ചെയ്ത് ഗൈനക്കിന് ഞാൻ കൊണ്ടു കാണിച്ചു. അപ്പോൾ ഗൈനക്കിനോട് പറഞ്ഞു, ശരണ്യ ഇത് നോർമലി സ്ത്രീകൾക്കൊക്കെ ഉണ്ടാവാറുള്ളതാണ്, അധികം ഇത് വന്നു കഴിഞ്ഞാൽ അത് തന്നെ അങ്ങ് പൊയ്ക്കോളും, ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഹോർമോണൽ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബേബി ഫീഡിങ് ആയതുകൊണ്ട് ഞാൻ അത് വേണ്ട എന്നുള്ള രീതിയിൽ ഞാനത് ഒഴിവാക്കി. സോ ആഫ്റ്റർ മീൻസ് ഒരു 2-3 ഇയേഴ്സൊക്കെ പീരിയഡ്സിൻ്റെ ടൈമിലല്ലേ വേദന. അപ്പം നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ പെയിൻ കില്ലർ മെഫ്താലിൻ സംതിങ് കഴിച്ചിട്ട് ഒരു 3 ഡേയ്സ് കഴിയുമ്പോൾ അത് കുറയുമല്ലോ എന്നുള്ള മൈൻഡിൽ ഞാനത് ഒഴിവാക്കി. അങ്ങനെ 1 ഇയർ കഴിഞ്ഞു, 2 ഇയർ കഴിഞ്ഞു. ഇതിൻ്റെ പെയിന് സത്യമായിട്ട് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഒരു ബ്ലേഡ് വെച്ച് നമ്മുടെ ഇറച്ചിയിൽ ഇങ്ങനെ മുറിച്ചാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു പെയിനാണ് ഞാൻ ഡെയിലി സീരിയസ്ലി പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹേർട്ടാവും. ഞാൻ ഡെയിലിയും അനുഭവിച്ചുകൊണ്ടിരുന്നത്. സോ ഞാനിത് ഹസ്ബൻഡിനോട് പറയും, എൻ്റെ വീട്ടിലുള്ള പപ്പേനോടും അമ്മേനോടും പറയും. എല്ലാവരും അവരുടേതായ ബിസി ലൈഫൊക്കെ വരുമ്പോൾ അവർക്ക് പോട്ടെ, കുഴപ്പമില്ല, അത് പീരിയഡ്സിൻ്റെ ടൈമിൽ എല്ലാവർക്കും വരുന്നതായിരിക്കും എന്ന് ആസ് യൂഷ്വൽ ഞാനത് വിട്ടു. പിന്നെ ഒരു 2-3 മന്ത്സ് 2 ഇയേഴ്സ് കഴിഞ്ഞു. പീരിയഡ്സ് ടൈമിൽ പെയിൻ വരും, ഞാൻ റെസ്റ്റ് എടുക്കും, ഞാനത് ഇതാക്കും. പിന്നെ മെല്ലെ മെല്ലെ ഞാൻ ഇതിനെപ്പറ്റി എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര, കാരണം ഞാൻ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഇതിനെപ്പറ്റി അറിയാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ എൻ്റെ ഫുഡ് സ്റ്റൈലിൽ വരില്ല മാറ്റം വരുത്തണമെന്ന് ഉള്ള ഒരു രീതിയിലേക്കായി. അങ്ങനെ ഞാൻ ഫുഡ് സ്റ്റൈലൊക്കെ മെല്ലെ മീൻസ് എൻ്റെ ഫുഡ് ഹാബിറ്റൊക്കെ മെല്ലെ മാറ്റം തുടങ്ങി. പക്ഷേ പീരിയഡ്സ് ടൈം ആകുമ്പം എഗൈൻ ഇത് വരും, പിന്നെയും ഇങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. സോ ഒരു കഴിഞ്ഞ ജാനുവരിയിൽ 2026 ജാനുവരിയിൽ ഞാൻ ബോക്സിങ്
പ്രാക്ടീസ് പോകുന്ന സമയത്ത് ഒരു ഷൂട്ട് വന്നു. ആ ഷൂട്ടിൽ ഞങ്ങളെല്ലാവരും കാർഡിയോ ചെയ്യുക, ടീമായിട്ട് കാർഡിയോ ചെയ്യുന്ന ഷൂട്ടാണ്. ഷൂട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് നേരെ നിൽക്കാൻ കഴിയുന്നില്ല. ഈവൻ അന്നെൻ്റെ പീരിയഡ്സിൻ്റെ 3rd ഡേ ആണ്. അപ്പം എനിക്ക് നേരെ നിൽക്കാൻ കഴിയുന്നില്ല. കാല് വേദനിക്കുന്നുണ്ട്, സ്റ്റിച്ച് വേദനിക്കുന്നുണ്ട്. വേദന എന്ന് പറഞ്ഞാൽ ഹെവി വേദന. എനിക്കറിയത്തില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് നേരെ കിടക്കാൻ കഴിയുന്നില്ല. നേരെ കിടക്കുമ്പോൾ എന്തോ ഒരു സാധനം ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇട്ട് ഇതാക്കുന്ന ഒരു വേദന, ബ്ലേഡ് വെച്ച് വരയുന്ന ഒരു വേദന, എന്തോ ഒരു ഇറച്ചിയിൽ കുത്തുന്ന ഒരു വേദന. എനിക്ക് ഇത്ര ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയുള്ളൂ. ഈവൻ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, എനിക്കെൻ്റെ ബേബീനെ എടുക്കാൻ പറ്റുന്നില്ല. 4 വർഷമായിട്ട് എനിക്ക് എൻ്റെ ബേബീനെ ഇങ്ങനെ എടുത്ത് പൊക്കിയിട്ടില്ല, കാരണം എനിക്ക് കഴിയുന്നില്ല ഈ പെയിൻ കാരണം. അപ്പം ഞാൻ ഇങ്ങനെ ഡെയിലി വേദന കൊണ്ടിട്ട് ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പോയി. സീരിയസ്ലി കുറേ ഗൈനക്കിനെ കാണിച്ചു. ഞാൻ ആരും കുറ്റം പറയുന്നില്ല, ഞാൻ കുറേ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. എല്ലാവരും പറയുന്നത് ഇത് വരുമ്പോൾ പെയിൻ കില്ലർ കഴിച്ചാൽ മതി, അത് പോകുമെന്നാണ്. ഫൈനലി ആ ഒരു ഗൈനക്കിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് സ്കാർ ഇങ്ങനെ തൊട്ട് കാണിച്ചു, അവിടെ ചെറിയൊരു സ്വെല്ലിംഗ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം ഇത് വന്നിട്ട് സർജറി ചെയ്ത് എടുത്ത് കളയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഒരു സർജനെ കാണിച്ചു. സർജൻ പറഞ്ഞു, നിങ്ങളൊരു MRI എടുത്തിട്ട് വരുമെന്ന്. MRI എടുത്തപ്പം സ്കാറിന് അല്പം നല്ല വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് ലിംഫിന് ആ ഒരു മുഴയ്ക്ക് നല്ല വലിപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു MRIൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. MRI ചെയ്താൽ അവിടെ മെഷ് വെക്കേണ്ടി വരും. ഇത് സ്കാർ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമ്മൾ പീരിയഡ്സ് ആവുന്ന സമയത്ത് നമ്മളുടെ ടിഷ്യൂ ഉണ്ടല്ലോ, പീരിയഡ്സ് ആവുന്ന ആ ടിഷ്യൂ, എനിക്കതിന് നെയിം നെയിമൊന്നും അറിയില്ല. ആ ടിഷ്യൂ നമ്മൾ C-സെക്ഷൻ സമയത്ത് ബൈ മിസ്റ്റേക്കായിട്ട് നമ്മുടെ സ്കാറിൽ ഇൻസിഷനായി പോകുന്നതാണ്. അറിയാതെ അവിടെ പെട്ടുപോകും, ട്രാപ്പായി പോകുമ്പോൾ നമ്മൾ പീരിയഡ്സ് ടൈമിൽ ഉള്ളിൽ എങ്ങനെ ബ്ലീഡിങ് വരുന്നു അതുപോലെ തന്നെ ഇവിടെയും ബ്ലീഡിങ് വന്ന് അതവിടെ ഇങ്ങനെ ഒരു രക്തക്കുഴലൊക്കെ വെച്ച് ഫുള്ള് സെറ്റായിട്ട് അവരൊരു സെറ്റായിട്ട് അവിടെ ഇരുന്നങ്ങ് അവരെങ്ങനെ അവിടെ ഇരിക്കുകയാണ്. നമ്മൾ ബാക്കിയുള്ള ധമനികളെയൊക്കെ സപ്രസ് ചെയ്തുകൊണ്ട് അവരവിടെ അങ്ങനെ ഇരുന്ന് സെറ്റായി. അപ്പം ഈ ഒരു സംഭവമാണ് നമുക്കിങ്ങനെ പെയിൻ വരുന്നത്. ഈ ജനുവരി കഴിഞ്ഞ സമയത്ത് എനിക്ക് റെഗുലറായിട്ട് ഇതിൻ്റെ പെയിൻ വരാൻ തുടങ്ങി. അതുവരെ പീരിയഡ്സിൽ മാത്രം വന്നിരുന്ന പെയിൻ എനിക്ക് റെഗുലറായിട്ട് വരാൻ തുടങ്ങി. ഞാൻ ജിമ്മിന് പോയി, ഞാൻ ഫാസ്റ്റ് ഫുഡ് പറ്റുമോ ഒഴിവാക്കി. ഞാൻ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, സർജറീൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ഹോർമോൺ ടാബ്ലറ്റ് എടുത്താൽ മതി. Freedas 30 എന്ന് പറയുന്ന ഒരു ഹോർമോൺ ടാബ്ലറ്റ് ഞാൻ കഴിച്ചു. അറൗണ്ട് ഒരു 3 months കഴിച്ചു. പിന്നെ ഞാൻ 3 months കഴിഞ്ഞിട്ട് ഞാനൊരു സ്കാൻ എടുത്ത് നോക്കി, ഉള്ളതിനേക്കാൾ ആ മുഴ ഒന്നുകൂടെ വലിപ്പം കൂടി. അത് കഴിഞ്ഞ് ഞാനൊരു ഇൻസ്റ്റയിലൊക്കെ ചെക്ക് ചെയ്തൊരു ഹോമിയോപ്പതീനെ കണക്ട് ചെയ്തു. അവരെനിക്കൊരു 10,000 രൂപയുടെ മരുന്ന് അയച്ചു തന്നു. അത് ഞാൻ കഴിച്ചപ്പോൾ മേല് മുഴുവൻ ചൊറിഞ്ഞ് തളിക്കാൻ തുടങ്ങി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവരെ ഡെയിലി കണക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ എനിക്ക് അവിടുത്തെ ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ അപ്പോയിൻമെൻറ്റ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഫൈനലി ഞാൻ തീരുമാനിച്ചു, നല്ലൊരു ഡോക്ടറെ കാണണം. എന്തായാലും MRI ഉണ്ട്, USG ഉണ്ട്, ഇതൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ കാലിക്കറ്റ് നാഷണൽ ഹോസ്പിറ്റലിൽ ദിനുലാൽ സാറിനെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോഴാണ് പുള്ളി പറയുന്നത്, ശരണ്യ ഇത് നമുക്ക് എക്സിഷൻ ചെയ്ത് കളയാം. വെനസ്ഡേ ഞാൻ കണ്ടു, ഫ്രൈഡേ എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു, സാറ്റർഡേ അത് എക്സിഷൻ ചെയ്തുകൊണ്ട്. സീരിയസ്ലി ഗൈസ്, ഞാൻ തന്നെ ഞെട്ടിപ്പോൾ. അത് വലിയൊരു ലിംഫായിരുന്നു. അതെൻ്റെ ഒരു ഭാഗത്ത് മുഴുവനായിട്ടും അതുണ്ടായിരുന്നു. ഇത് എടുത്തു കളഞ്ഞു. ഇപ്പം ലാസ്റ്റ് വീക്ക് ഇത് എടുത്തു കളഞ്ഞു. അവിടെ ഇപ്പം ഓപ്പൺ വൈഡ് സർജറി ആയിരുന്നു. എഗെയിൻ അത് സ്റ്റിച്ചൊക്കെ ചെയ്ത് എനിക്ക് വീഡിയോ ചെയ്തൊന്നും വലിയ പരിചയമില്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, സീരിയസ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ വെറും ടാബ്ലറ്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. പെട്ടെന്ന് തന്നെ ഒരു സ്കാൻ എടുക്കുക. MRI എടുക്കണം എന്നൊന്നും പറയുന്നില്ല, ഒരു USG എടുക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ അസുഖം എന്താണെന്നുള്ളത് കണ്ടെത്താം. നല്ലൊരു ഗൈനക്കിനെ കണ്ടെത്തി അവർ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സർജനെ സജസ്റ്റ് ചെയ്യും. ഇത് എക്സിഷൻ ചെയ്ത് കളയുക. കാരണം ഇതിൻ്റെ ഒരു വേദന കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടൊരു സലൂണുണ്ട്, എനിക്ക് റെഗുലറായിട്ട് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ അത് ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഇപ്പം റീച്ചായൊരു സലൂണാണ്. പക്ഷെ ഒരു ദിവസം പോലും ആ സലൂണിൽ പോയിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ബസ്സിൽ നിൽക്കാൻ കഴിയുന്നില്ല. എൻ്റെ മോളുടെ കാര്യം ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ചില സമയം ഹസ്ബൻഡുമായിട്ടൊക്കെ പ്രശ്നം വരുന്നുണ്ട്. ഈ ഒരു പെയിൻ എനിക്ക് എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് അറിയില്ല. എനിക്കിതറിയാം, ഈസ്ട്രജൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പെയിനും കാര്യങ്ങളും കൂടുന്നതെന്നൊക്കെ ഉള്ള കുറച്ച് അറിവുകളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഫൈനലി ഇതെൻ്റെ കൈവിട്ട് പോയി എന്നുള്ളൊരു സമയത്താണ് ഞാൻ സർജറി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്.
എനിക്കതിന് അത്ഭുതമാവും അത് കണ്ടപ്പോൾ. ഇത്രയും വലിയൊരു മുഴയും വെച്ച് ഞാൻ ഇത്ര വർഷം ഈ വേദനയും സഹിച്ച് ഞാൻ എന്തിനാണ് നടന്നതെന്ന് ഓർക്കുക. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, ഇത് എല്ലാവർക്കും ഈ രോഗം ആയിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ രോഗമാണെന്നുള്ള അവസ്ഥ നിങ്ങൾ കണ്ടാൽ പിന്നെ നിങ്ങൾ ടാബ്ലറ്റ് കഴിക്കാൻ നിൽക്കരുത്. ഇത് വലുതാണെന്ന് തോന്നി എന്തായാലും എക്സഷൻ ചെയ്ത് കളയാം. കാരണം അവരവിടെ രക്തക്കോളും ഫാമിലിയൊക്കെ ആയിട്ട് സെറ്റായി നമ്മുടെ വയറിലിരിക്കുകയായിരിക്കും. എന്ത് മെഡിസിൻ കഴിച്ചാലും അവരവിടെ നിന്ന് അനങ്ങൂല. ബെറ്റർ എക്സഷൻ ചെയ്ത് കളയുക. നല്ലൊരു ഗൈനക്കിനെ കാണാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പെയിനോ കാര്യങ്ങളോ ഉണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അഡ്വൈസ് വേണം. ബിക്കോസ് ഞാനിത് ഓൾറെഡി ഇപ്പം എൻ്റെ ശരീരത്തിൽ നിന്ന് അത് എടുത്ത് കളഞ്ഞു, ബയോപ്സിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ട് ഇത് സ്കാരൻഡോമെട്രിയോസിസ് ആണെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വന്ന എന്തെങ്കിലും എൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ പറയാം. ഞാൻ കൊടുത്തേക്കാം, പിൻ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങളത് നോക്കിക്കോ. എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് അനുഭവിച്ച ഫീൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായത് ഫീൽ ഫ്രീ ടു ആസ്ക്. ഞാൻ അതുമായിട്ട് നിങ്ങൾക്ക് ഇൻബോക്സിൽ ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം എന്താണ് എങ്ങനെയാണെന്നുള്ളത്, ഞാനിത് എങ്ങനെ കണ്ടുപിടിച്ചു, ഞാൻ എങ്ങനെ ഇതിന്ന് ഓവർകം ചെയ്തു എന്നുള്ളതൊക്കെ. ഇനിയെങ്കിലും ആർക്കെങ്കിലും ഈ പെയിൻ സഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവേത് നിങ്ങൾ നല്ലൊരു സർജനെ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും എൻ്റെ അടുത്ത പ്രൊസീജിയർ എന്താണോ അത് നിങ്ങൾ ചെയ്യും. താങ്ക് യു സോ മച്ച്.